പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രവിക്കാം. 1. അവിടുന്ന് എന്താണ് വെളിപ്പെടുത്തുന്നത്? ഉത്തരം: നിഗൂഢ രഹസ്യങ്ങൾ. 2. ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നതും നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും ആരാണ്? ഉത്തരം: കർത്താവ്. 3. എന്താണ് അവിടത്തേക്ക് അജ്ഞാതമല്ലാത്തത്? ഉത്തരം: ഒരു ചിന്തയും. 4. കർത്താവിന് എന്ത് മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ 42:20 രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: ഒരു വാക്കും. 5. അവിടുന്ന് എന്താണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഉത്തരം: അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. 6. അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ഉത്തരം: കർത്താവ്. 7. പ്രഭാഷകൻ 42:21 പ്രകാരം എന്താണ് സാധിക്കുകയില്ലാത്തത്? ഉത്തരം: ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ. 8. അവിടുത്തേക്ക് ആരെ ആവശ്യമില്ല? ഉത്തരം: ഉപദേശകരെ. 9. പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം? ഉത്തരം: പ്രവർത്തികൾ. 10. പ്രഭാഷകൻ 42:22 അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്. 11. അഭികാമ്യവും ദീപ്തവും ആയിരിക്കുന്നത് എന്താണ്? ഉത്തരം: കർത്താവിൻ്റെ പ്രവൃത്തികൾ. 12. കർത്താവിൻ്റെ പ്രവൃത്തികൾ എപ്രകാരമുള്ളതാണ്? ഉത്തരം: അഭികാമ്യവും ദീപ്തവും. 13. എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നവ എന്താണ്? ഉത്തരം: കർത്താവിൻ്റെ പ്രവൃത്തികൾ. 14. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തിനോട് വിശ്വസ്തത പുലർത്തുന്നു? ഉത്തരം: സ്വധർമ്മത്തോടെ. 15. ആരെ കുറ്റം വിധിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ 42:2 പറയുന്നത്? ഉത്തരം: അപരാധനെ. 16. ആരുമായി കണക്ക് തീർക്കുക എന്നാണ് പ്രഭാഷകൻ 42:3 പറയുന്നത്? ഉത്തരം: പങ്കാളിയും സഹയാത്രികനുമായി. 17. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ 42:3 പറയുന്നത്? ഉത്തരം: സ്നേഹിതരുടെ. 18. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്ന് പറഞ്ഞതിനു ശേഷം പ്രഭാഷകൻ 42:3 തുടർന്ന് എന്താണ് പറയുന്നത്? കച്ചവടത്തിൽ ലാഭം നേടുക. 19. എന്തിലാണ് സൂക്ഷ്മത കാണിക്കേണ്ടത്? ഉത്തരം: അളവിലും തൂക്കത്തിലും. 20. അളവിലും തൂക്കത്തിലും എങ്ങനെയാണ് സൂക്ഷ്മത കാണിക്കേണ്ടത്? ഉത്തരം: കൂടുതലോ കുറവോ വരാതെ. 21. ദുഷ്ടനായ ദാസന് എന്തു കൊടുക്കണം? ഉത്തരം: തക്ക ശിക്ഷ. 22. ആർക്കാണ് തക്ക ശിക്ഷ കൊടുക്കേണ്ടത്? ഉത്തരം: ദുഷ്ടനായ ദാസന്. 23. ആരെ നിലയ്ക്ക് നിർത്തുന്നത് നല്ലതാണ്? ഉത്തരം: അവിശ്വസ്തയായ ഭാര്യ. 24. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എന്തു ചെയ്യുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ 42:6 പറയുന്നത്? ഉത്തരം: പൂട്ടി സൂക്ഷിക്കുന്നത്. 25. എവിടെയാണ് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കേണ്ടത്? ഉത്തരം: അനേകർ ഉള്ളിടത്ത്. 26. എല്ലാ ഇടപാടുകളിലും എന്തു ചെയ്യണം? ഉത്തരം: കണക്ക് വയ്ക്കണം. 27. പ്രഭാഷകൻ 42-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം: മകളെക്കുറിച്ച് ആകുലത. 29. പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്താണ്? ഉത്തരം: മകളെക്കുറിച്ചുള്ള വിചാരം. 30. ഭർതൃമതിയായ മകളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ശങ്ക എന്താണ്? ഉത്തരം: അവൾ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന്. 31. ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉത്തരം: അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും ആക്കും. 32.
ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും അരുത്. ഏതു വാക്യം? പ്രഭാഷകൻ 42:12. 33. ആരുടെയും എന്ത് നോക്കിയിരിക്കരുത് എന്നാണ് പ്രഭാഷകൻ 42:12 പറയുന്നത്? ഉത്തരം ആകാരഭംഗി. 34. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങളെന്ന പോലെ സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നു. ഏതു വാക്യം? ഉത്തരം പ്രഭാഷകൻ 42:13. 35. ആരുടെ ഇടയിൽ ഇരിക്കുകയും അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സ്ത്രീകളുടെ ഇടയിൽ. 36. പ്രഭാഷകൻ 42:13 പ്രകാരം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ ആരിൽ നിന്നാണ് ദുഷ്ടത വരുന്നത്? ഉത്തരം സ്ത്രീയിൽ നിന്ന്. 37. നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഏതു വാക്യം? പ്രഭാഷകൻ 42:14. 38. പുരുഷന്റെ ദുഷ്ടത എന്തിനേക്കാൾ ഭേദമാണ്? ഉത്തരം സ്ത്രീയുടെ നന്മയേക്കാൾ. 39. പ്രഭാഷകൻ 42:14 പ്രകാരം ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്? ഉത്തരം സ്ത്രീ. 40. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. ഏതു വാക്യം? പ്രഭാഷകൻ 42:22. 1. എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നവ എന്താണ്? ഉത്തരം കർത്താവിൻ്റെ പ്രവർത്തികൾ. 42. കർത്താവിൻ്റെ പ്രവർത്തികൾ എന്തിനോട് വിശ്വസ്തത പുലർത്തുന്നു? ഉത്തരം സ്വധർമ്മത്തോടെ. 43. പൂരിപ്പിക്കുക, ഒന്ന് മറ്റൊന്നിന് ഡാഷ്. ഉത്തരം പൂരകമാണ്. 44. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഏതു വാക്യം? ഉത്തരം പ്രഭാഷകൻ 42:14. 45. പ്രഭാഷകന്റെ ഗ്രന്ഥം 42-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം. 46. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഏതു വാക്യം? പ്രഭാഷകൻ 42:15. 47. താൻ എന്തു ചെയ്യും എന്നാണ് പ്രഭാഷകൻ 42:15 പറയുന്നത്? കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. 48. വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്താണ്? ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികൾ. 49. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവർണ്ണനീയമായിരിക്കുന്നത് ആർക്കു പോലുമാണ്? ഉത്തരം അവിടുത്തെ വിശുദ്ധർക്കു പോലും. 50. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഏതു വാക്യം? പ്രഭാഷകൻ 42:19.